അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാണക്കാട് സാദാത്യങ്ങളുടെ പൈതൃകവും അവരുടെ നേത്രമഹിമയൊക്കെ തൊട്ടറിഞ്ഞ, അത് കൃത്യമായി പറയാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു മഹൽ വ്യക്തിത്വമാണ് നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ SMF പ്രസിഡൻറ്റും അതേപോലെ സംസ്ഥാന SMFൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒക്കെയായ, അതുപോലെ തന്നെ കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യരായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. എല്ലാവിധ സർവ ആദരവോടുകൂടിയും അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൊടപ്പനക്കൽ തറവാട്ട് അഥവാ ഉമ്മത്തിനെ നേർവഴിയിലേക്ക് നടത്തുന്ന ഒരു തറവാട്, പതിറ്റാണ്ടുകൾ താണ്ടി ഇന്നും കേരളത്തിൻ്റെ സാമൂഹിക ഐക്യത്തിനും അതേപോലെ തന്നെ അവരുടെ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു തറവാടാണ് കൊടപ്പനക്കൽ തറവാട് അഥവാ പാണക്കാട്ടെ തങ്ങന്മാർ എന്നുള്ളത്. ഇവരോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ്. അപ്പോൾ കല്ലായി സാഹിബ് ഒരുപാട് വർഷമായി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു അവസരം താങ്കൾക്ക് കൈവന്നത്? അസ്സലാമു അലൈക്കും. കേരളീയ മുസ്ലിം സമൂഹം വളരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളെയും കേരളത്തിലെ മുസ്ലിമീങ്ങളെയും താരതമ്യ പഠനം നടത്തിയാൽ നമുക്ക് ബോധ്യം വരും. ഇപ്പോൾ കേരളീയ മുസ്ലിംകളുടെ ഈ വലിയ അനുഗ്രഹം ലഭിച്ചതിൻ്റെ പിന്നിൽ അല്ലാഹു തആലയുടെ ഒരു മഹത്തായ അനുഗ്രഹം വർഷിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്ത ആ അത്ഭുതകരമായ മുഅ്ജിസത്ത് സംഭവിച്ച സമയത്ത് കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ പ്രമുഖരായ ചേരമാൻ പെരുമാൾ മഹാരാജാവ് അത് കാണുകയുണ്ടായി. അതെന്താണെന്ന് അറിയാൻ അദ്ദേഹം താല്പര്യപ്പെടുത്തു. അങ്ങനെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ബോധ്യമായി ഇത് നിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു അത്ഭുതമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാൻ ചേരമാൻ പെരുമാൾ മഹാരാജാവ് ആഗ്രഹിക്കുകയും അങ്ങനെ യാദൃശ്ചികമായി സിലോൺ യാത്ര ചെയ്യുന്ന ഒരു കച്ചവട സംഘം കൊടുങ്ങല്ലൂരിൽ വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ മഹാരാജാവ് അവരുടെ കൂടെ സൗദിയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും, അപ്പോൾ അവർ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വീണ്ടും വരാം, താങ്കളെയും കൂടി സൗദിയിലേക്ക് പോകാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ, സിലോണിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുകയും മഹാരാജാവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അങ്ങനെ രാജാവ് എല്ലാ അധികാര പദവികളും പിൻഗാമികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്തു. അങ്ങനെ മഹാരാജാവ് മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണുകയും പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചേരമാൻ പെരുമാൾ മഹാരാജാവിന് താജുദ്ദീൻ എന്ന് പേര് നൽകി ആദരിക്കുകയും ചെയ്തു. ഹിജ്റയുടെ തൊട്ടടുത്തുള്ള ഒരു സംഭവം എന്ന നിലക്ക് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും കൂടെ കുറേ കാലം അവിടെ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു. പിന്നെ ഈ സംസ്ഥാനത്ത് ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരാഗ്രഹം താജുദ്ദീൻ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു സംഘം ഇങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ.
അവർ സലാലയിൽ വന്നു. അവിടെ നിന്നാണ് കോഴിക്കോട്ടേക്ക് കപ്പൽ യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്നു ആ കാലത്ത്. അങ്ങനെ ഒമാനിലെ സലാലയിൽ വന്ന് ക്യാമ്പ് ചെയ്തു. അദ്ദേഹത്തിന് അവിടെ അസുഖം ബാധിച്ചു. അദ്ദേഹം ആ അസുഖത്തിൽ രക്ഷപ്പെടില്ല എന്ന് ഏകദേശം തോന്നിയപ്പോൾ ഒന്നിച്ചുള്ള യാത്രാ സംഘത്തോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഇവിടെ വെച്ച് മരണപ്പെടാൻ സാധ്യതയുണ്ട്, എന്നാൽ ഈ യാത്ര മുടക്കാൻ പാടില്ല. നിങ്ങൾ കേരളത്തിൽ പോയി തൗഹീദിൻ്റെ സന്ദേശം അവിടെ എത്തിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെടുകയും മഹാനവറുകൾ അവിടെ വഫാത്താവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മഖബറ ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മളെല്ലാം അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. അവരുടെ താജ് റളിയല്ലാഹുവിൻ്റെ ഇവിടെ ചോദിച്ചപ്പോൾ പിന്നെ യാത്രാ സംഘത്തിന് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം ഇല്ലാതായി. അപ്പോഴാണ് പരിശുദ്ധ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെല്ലാം സ്വപ്ന ദർശനത്തിലൂടെ നിർദ്ദേശം നൽകി, യാത്ര തുടരണം. അതൊരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഉണ്ടായാലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുക. അപ്പോൾ അള്ളാഹു തആല തന്നെ നമുക്ക് നേരായ വഴി കാണിച്ചു തരാനുള്ള വഴി ഒരുക്കി തന്നു എന്നാണ് അർത്ഥം. തുടർന്ന് കേരളത്തിലുള്ള എല്ലാ ചലനങ്ങളിലും പിന്നീട് കാലക്രമേണ വലിയ പങ്ക് വഹിച്ചത് യമനിൽ നിന്നാണ്. അൽ ഈമാൻ യമാനിയും വൽ ഹിക്മത്ത് യമാനിയൻ വൽ ഫിഖ് യമാനിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈമാനിൻ്റെയും ഹിക്മത്തിൻ്റെയും ഇൽമിൻ്റെയും ഒക്കെ പ്രകാശം ലോകത്ത് വ്യാപിക്കുക യമനിലൂടെയാണ്. യമനിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങോട്ട് അയച്ചു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതിൽ ഒരുപാട് മഹാരഥന്മാരുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. ഖായിദുൽ ഖൗം സയ്യിദ് ഇബ്രാഹിം ബാഫക്കി തങ്ങളുടെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖുദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ കുടുംബം യമനിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ ഈ മഹാരഥന്മാർക്കൊക്കെ ഒരു യമൻ ടച്ച് ഉണ്ട്. അവർ സത്യത്തിൽ നമ്മുടെ നേരായ വഴിക്ക് കുനുമാ സാദിഖീൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ നമ്മോട് നിർദ്ദേശിച്ച ഒരു വഴിയാണല്ലോ സിദ്ദീഖുകളുടെ വഴി. ആ വഴിയിൽ, ആ നേരായ വഴിയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഈ മഹാരഥന്മാരൊക്കെയും ഇവിടെ വന്ന് പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചത്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് പാണക്കാട്ട് കുടുംബം. പാണക്കാട്ട് കുടുംബത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരുപാട് ചരിത്രമുണ്ട്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് നിന്നാണ് അതിൻ്റെ തുടക്കം. കക്കുളങ്ങര പള്ളി, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൻ തന്നെ ഉറങ്ങിക്കിടക്കുന്ന മക്കബറ അവിടെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബ പരമ്പരയൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വളപട്ടണം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ഖാദിസ്ഥാനം, അങ്ങനെ ആണ് പാണക്കാട്ട് കുടുംബം സത്യത്തിൽ കേരളീയ മുസ്ലിങ്ങളുടെ ഇടയിലേക്കുള്ള ഒരു രംഗപ്രവേശനം ആരംഭിച്ചത്. അങ്ങനെ പടിപടിയായി പിന്നെ പാണക്കാട് കേന്ദ്രീകരിച്ചു. അതൊക്കെ ഒരുപാട് നീണ്ട ചരിത്രമാണ്. അതൊന്നും ഞാനിവിടെ നീട്ടിപ്പരത്തി പറയുന്നില്ല. പാണക്കാട് കേന്ദ്രീകരിച്ചു. പാണക്കാട്ട് PMS പൂക്കോയത്തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഞാൻ ആ കുടുംബവുമായി ബന്ധപ്പെടുന്നത്. പൂക്കോയത്തങ്ങളുടെ വാപ്പയെക്കുറിച്ചും വാപ്പയുടെ വാപ്പയെക്കുറിച്ചൊക്കെ ഉള്ള വളരെ വലിയ ചരിത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലടക്കം വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരാണ്. വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാരഥന്മാരാണ്. ജിന്നുകളുമായുള്ള വളരെ അടുപ്പം സ്ഥാപിച്ച ഒരു കുടുംബമാണ്. അവരെപ്പോഴും അവരെ ജിന്നുകളിങ്ങനെ അനുഗമിക്കും. എല്ലാ രംഗത്തും അവരുടെ ഇടതും വലതുമായി ജിന്നുകളുണ്ടായിരിക്കുമെന്നത് ഒരു ചരിത്ര പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. PMS പൂക്കോയത്തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു വലിയ അത്ഭുതം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയെ ഒരു പാമ്പ് വളഞ്ഞു. പാമ്പിങ്ങനെ ചുറ്റി ഒരു പെൺകുട്ടിയെ, ഒരു അമുസ്ലിം പെൺകുട്ടിയെ. പാമ്പ് വേറെ ആരെയും ദ്രോഹിക്കുന്നില്ല, അല്ല ഈ കുട്ടിയെ ദ്രോഹിക്കുന്നില്ല, പക്ഷെ വേറെ ആർക്കും അങ്ങോട്ട് എടുക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ അവർ
ഒരുപാട് ശ്രമം നടത്തി വിജയിക്കാതെ വന്നപ്പോൾ പാണക്കാട് ഭീമസെ പൂക്കോയ തങ്ങളെ കൊണ്ടുപോയൊരു കഥയുണ്ട്. തങ്ങൾ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ 2 കീരികളായിരുന്നു ഒന്നിച്ചുണ്ടായത്. 2 കീരികളെ കണ്ടപ്പോൾ തന്നെ പാമ്പ് പെട്ടെന്ന് ഇറങ്ങി. കീരി ആ പാമ്പിനെ കഷ്ടം കഴിച്ചു, കൊലപ്പെടുത്തി. സത്യത്തിൽ ആ കീരികളായി ഇവിടെ വന്നത് ജിന്നുകളാണ് എന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിന്നുകളുടെ സഹായത്തോടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു അത്ഭുത സിദ്ധി ആ കുടുംബ പരമ്പരയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പൂക്കോയ തങ്ങൾ വളരെ സൗമ്യനാണ്, ശാന്തനാണ്, പക്ഷേ വളരെ ധീരനാണ്. ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു പോരാളിയാണ്. നമ്മുടെ സമസ്തയെ ജനകീയവൽക്കരിക്കുന്നതിലേക്ക് പൂക്കോയ തങ്ങളുടെ പങ്ക് വലുതാണ്. സമസ്തയെ SYSൻ്റെ സംസ്ഥാന പ്രസിഡന്റായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച മഹാനവറുകൾ സമസ്തയെ ജനകീയവൽക്കരിക്കുന്നതിലും സാർവത്രികമായൊരു അംഗീകാരം നേടിയെടുക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് സമസ്തക്ക് വലിയ ആലിമ്യങ്ങൾ തന്നെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഈ ഉച്ചഭാഷണി ഉപയോഗിക്കുന്ന കാര്യത്തിലുള്ള തർക്കം, ഉച്ചഭാഷണി പിന്നെ ഈ സംഗീതോപകരണങ്ങളിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന മഹാന്മാരായ ആലിമ്യങ്ങൾ അവർ കുറ്റക്കാരല്ല, സൂക്ഷ്മ ദൃഷ്ടികളാണ് അവർ. അവരുടെ സൂക്ഷ്മത കൊണ്ടാണ് ഉച്ചഭാഷണി സംഗീത ഉപകരണങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഹറാമാണ് എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ ഈ ഉച്ചഭാഷണിയുടെ അന്ന് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച കൽക്കത്തയിലെ എഞ്ചിനീയർമാർക്കടക്കം നേരിട്ട് കത്തെഴുതി ഇതെന്താണ്, ഇത് സംഗീത ഉപകരണങ്ങളിൽ പെടുമോ അല്ല മനുഷ്യൻ്റെ ശബ്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപകരിക്കുന്നത് മാത്രമാണോ എന്ന് ചോദിക്കുകയും അത് സംഗീത ഉപകരണങ്ങളിൽ പെടുകയില്ല, കാരണം ഏതൊരാളാണോ സംസാരിക്കുന്നത് ആ ശബ്ദം എത്ര ദൂരത്ത് കേട്ടാലും തിരിച്ചറിയാൻ കഴിയും ഉച്ചഭാഷയിലൂടെ. അതുകൊണ്ട് തന്നെ അത് ശബ്ദത്തിന് പകർച്ച പോലും വരുത്തുന്നില്ല എന്ന് ശൈഖുനാ അവരുകളെ ബോധ്യപ്പെടുത്തുകയും ആ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ കുറേ ആലിമികൾ വിട്ടുവന്നിരുന്നു. അങ്ങനെ ഒരു സംഘടനയായി തന്നെ അവർ പോകുന്ന സമയത്ത് സമസ്തയുടെ ഒരു മഹാസമ്മേളനത്തിൽ മഹാനായ പാണക്കാട് PMS പൂക്കോയ തങ്ങളാണ് എന്ന് പറഞ്ഞത്, ഇവിടെ സമസ്ത മതി, അഖിലയും കൊകിലയും ഒന്നും ഇവിടെ ആവശ്യമില്ല, സമസ്ത മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുകയും ആ പ്രഖ്യാപനം ആയിരക്കണക്കിന് പണ്ഡിതന്മാർ തക്ബീർ ധ്വനികളോട് അംഗീകരിക്കുകയും ചെയ്തു. മറുഭാഗത്തുള്ള ആളുകൾ പോലും പാണക്കാട്ടെ തങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് വിട്ടുനിന്ന അനുഭവമാണ് പിന്നീടുണ്ടായത്. പാണക്കാട് തങ്ങളും ആ കാലഘട്ടത്തിൽ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുൽ ബാഫക്കി തങ്ങളും ആ 2 പേരും സമസ്തയെ ജനകീയവൽക്കരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്ഥാപനം തന്നെ ബാഫക്കി തങ്ങളായിരുന്നു. അതിന് കരുത്തേകിയത് പാണക്കാട്ട് പൂക്കോയ തങ്ങളായിരുന്നു. പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജ് സമസ്തയുടെ കോളേജാണ്, കേരളത്തിലെ ആദ്യത്തെ കോളേജാണ്. അതിനു മുമ്പ് വേലൂർ ബാക്കിയാത്ത് സാലിയാത്തിലും അതുപോലെ ദയ്യുബന്ദിലും ഒക്കെയാണ്, ദാരുസലാമിലൊക്കെ ആയിരുന്നു കേരളത്തിലെ ഉന്നത പഠനത്തിന് വേണ്ടി ഇവിടുത്തെ പണ്ഡിതന്മാർ സമീപിച്ചിരുന്നത്. കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു സ്ഥാപനം വേണമെന്ന് ആലോചിക്കുകയും അതിന് രൂപം നൽകുകയും ചെയ്തപ്പോൾ അന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളുടെയൊക്കെ കൂടെ വലങ്കയായി നിന്ന് പ്രവർത്തിച്ച മഹാരഥന്മാർ, ഒന്ന് മഹാനായ ബാഫക്കി തങ്ങളും മറ്റൊന്ന് പൂക്കോയ തങ്ങളുമായിരുന്നു. ആ മഹാരഥന്മാരാണ് സ്ഥാപിച്ചത്, നേതൃത്വം വഹിച്ചത്. അതിന് മുതൽ ഇങ്ങോട്ട് തുടർന്ന് വരുന്നതും പാണക്കാട്ട് കുടുംബം തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിച്ച് മുമ്പോട്ട് വന്ന് ഇന്നും ഈ കാലഘട്ടത്തിലടക്കം ഇപ്പോഴും അതിനെ നയിക്കുന്നത് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവர்களுം ആണ്. പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ അവരാരും ഒരു വ്യക്തികളാണെന്ന് പറയാൻ കഴിയും, ഓരോ പ്രസ്ഥാനങ്ങളാണ്, ഓരോ ഇതിഹാസങ്ങളാണ്. അവരെപ്പറ്റി ഓരോരുത്തരെയും പഠിച്ചാൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ അവരിലൂടെ നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. കാലത്തിനനുസരിച്ച് അവരുടെ ധീരോദാത്തമായ നേതൃത്വം ഈ സമൂഹത്തിൻ്റെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ബഹുമാനായ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധി, ഒരു വെല്ലുവിളി. അവർ സമസ്തയെ
സത്യത്തിൽ സമസ്തയുടെ ഒരു സമ്മേളനം നടത്തരുത് എന്ന് സമസ്ത പറഞ്ഞപ്പോൾ ആ നിർദ്ദേശം വകവെക്കാതെ അവർ സമ്മേളനം നടത്തി. അങ്ങനെ ഒരു അച്ചടക്ക ലംഘനം അവർ നടത്തിയപ്പോൾ അവരെ സമസ്തയിൽ മാറ്റി നിർത്തി. ആ സമ്മേളനം എറണാകുളത്ത് നടക്കുന്ന സമയത്ത് വളരെ ശാസ്ത്രീയമായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനം വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മുടെ സമസ്ത അപ്രസക്തമായി പോകുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തുകയും മഹാനായ ശൈഖുനാ അവറുകൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വിളിച്ച് ഈ അപകടം ഉണർത്തുകയും പല ഘട്ടങ്ങളിലും തങ്ങളുടെ വാപ്പമാരാണ് സമസ്തയെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ സമയത്ത് തങ്ങൾ ഇടപെടണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ അർത്ഥത്തിൽ തന്നെ ഗൗരവത്തോടെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകൾ ഷഹീനയുടെ ആ അഭിപ്രായം ഏറ്റെടുക്കുകയും ഒരു പരസ്യമായ പത്രപ്രസ്താവന എറണാകുളം സമ്മേളനം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുകയും ചെയ്തു. അതോടുകൂടിയാണ് ആ സമ്മേളനം പരാജയപ്പെട്ടത്, സമസ്ത രക്ഷപ്പെട്ടത്. കേരളത്തിലെ എല്ലാ മഹല്ലുകളെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ തങ്ങളുടെ അധീരോദാത്തമായ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുന്ന സമസ്തയുടെ സർവ്വശക്തിയുടെയും പിൻബലം പാണക്കാട്ട് കുടുംബമാണ് എന്ന് ആ ചരിത്ര വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ സമസ്ത അപ്രസക്തമാകുമായിരുന്നു. കാന്തപുരം സമസ്തയെ കൊണ്ടുപോകുമായിരുന്നു. അത്രമാത്രം കാന്തപുരം പിന്നീട് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അവരുടെ ചില പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ മർക്കസ് നോളജ് സിറ്റിയൊക്കെ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ തന്നെ ഒരു പുതിയ സംഭവം ഉണ്ടായല്ലോ, മറ്റേ നിമിഷപ്രിയയുടെ മോചനം സംഭവിച്ചു. സത്യത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്നതല്ല, ഇവിടെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ, ഒരു പണ്ഡിത സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് എല്ലാ പണ്ഡിതന്മാർക്കും അഭിമാനകരം. മുസ്ലിം പണ്ഡിതന്മാർക്ക് മൊത്തത്തിൽ അഭിമാനം. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളങ്ങനെ ചെറുതല്ല എന്ന് ബോധ്യപ്പെടുത്താനൊരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ പറയുന്നത് അയാൾ വലിയ കഴിവുള്ള ആളാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ആ കഴിവ് പോലും കേരളത്തിൽ പ്രസക്തമാവാതിരുന്നത് ഈ ഉലമാ ഉമറ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി പാണക്കാട്ട് കുടുംബമാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സത്യത്തിൽ ആ മഹാനവറുകൾ നേതൃരംഗത്തേക്ക് വരുന്നത് പൂക്കോയത്തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. പൂക്കോയത്തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം ലീഗാണ് ഈ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ രംഗത്ത് കൊണ്ടുവന്നത്. മുസ്ലിം ലീഗിൻ്റെ യോഗം ചേർന്നു. പൂക്കോയത്തങ്ങൾ പ്രസിഡന്റ് ആയിരുന്നുവല്ലോ ലീഗിൻ്റെ. അടുത്ത പ്രസിഡന്റ് ആര് എന്ന് ചർച്ച ചെയ്തപ്പോൾ പലരും മഹാനായ CH മുഹമ്മദ് വായ സാഹിബിൻ്റെ പേര് നിർദ്ദേശിച്ചു. CH പറഞ്ഞു, ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കില്ല, ഞാൻ ഒരാളെ നിർദ്ദേശിക്കാം. അങ്ങനെയാണ് CH PMSA പൂക്കോയത്തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേര് നിർദ്ദേശിച്ചത്. തങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുമെന്ന് സംശയമുണ്ടായിരുന്നു. നേതാക്കന്മാർ അവിടെ ചെന്നു. നിർബന്ധത്തിന് വഴിയാണ് ഏറ്റെടുത്തത്. ആദ്യമൊക്കെ വമ്പിച്ച വൈമനസ്യം പ്രകടിപ്പിച്ചത്. ഞാൻ ചെറുതാണ്, ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ മാത്രം വലുതല്ല എന്നാണെന്ന് തങ്ങൾ പറഞ്ഞത്. അത് വിനയമാണ്. തങ്ങൾ ചെറിയ കുട്ടിയായതുകൊണ്ടല്ല, 30-35 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെറുതാണെന്ന് പറഞ്ഞത് ഞാൻ വിനയാന്വിതനാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ കണ്ടാൽ മതി. അതാണ് ഒരു സംസ്കാരം. മണക്കാട്ട് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കാരം അതാണ്. ഒരു ശൈലി, ജീവിത ശൈലി അതാണ്. അങ്ങനെ നേതാക്കന്മാർ നിർബന്ധിച്ചപ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്തു. 40 വർഷക്കാലം നമുക്ക് നൽകിയ ധീരോദാത്തമായ നേതൃത്വം. അത്ഭുതാവഹമാണ് ആ സംഭവം, അത്ഭുതാവഹമാണ്. സത്യത്തിൽ ആ സമയത്താണ് ഇവിടെ 2 ലീഗ് ഉണ്ടായിരുന്നു, ഒരു ലീഗായി മാറിയതൊക്കെ ആ സമയത്താണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന്റെ നേതൃത്വത്തിലാണ്. അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കൂടെയുള്ള ഒരു മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിൻ്റെ ശരീഅത്ത് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അഥവാ അത് ഒന്ന് ശരിക്കും വ്യക്തമായി പറഞ്ഞാൽ EMS എന്ന ശരീഅത്തിനെതിരെ വെല്ലുവിളി ഉയർത്തി. 4 പെണ്ണ് കെട്ടാൻ പഠിപ്പിക്കുന്ന ശരീഅത്ത് അറബിക്കടലിൽ വലിച്ചെറിയണമെന്ന് പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കി. ശരീഅത്തിനെ അനുകൂലിക്കുന്നത് സേട്ടുവാണെങ്കിൽ സേട്ടുവിനെ എതിർക്കും, ലീഗാണെങ്കിൽ ലീഗിനെ എതിർക്കും, ഖുർആനാണെങ്കിൽ ഖുർആനെയും എതിർക്കും എന്ന് EMS പരസ്യമായി പറഞ്ഞു. ആ സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്ന അപകടകരമാണെന്ന് മനസ്സിലാക്കി അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്നു. അവർ നിരാശരായിരുന്നു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഞാനും ആ കൂട്ടത്തിലെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് ആ കാലത്ത്, അഖിലേന്ത്യാ യൂത്ത് ലീഗിൻ്റെ. ഞങ്ങളന്ന് നിരാശരായിരുന്നു. ഞങ്ങളെ
വിമതയിലേക്ക് പിരിച്ചുവിട്ട് തിരിച്ചു വരുമെന്ന് തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ കരുതി. അല്ലെങ്കിൽ മാതൃസംഘടനയിലേക്ക് ലയിക്കൂ എന്ന് പറയുമോ എന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ അഭിമാനത്തിന്റെ ക്ഷതം ഏൽക്കുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് ചെന്നു. പക്ഷേ തങ്ങളുടെ ഒരു വിശദീകരണം ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു വിശദീകരണമായിരുന്നു. ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ സത്യത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പിതാവിനെയും സഹോദരന്മാരെയും ഒന്നിച്ചു കിട്ടിയ സമയത്ത് പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ഈ മക്കൾ, ഈ സഹോദരന്മാർ കിണറ്റിലെറിഞ്ഞ സംഭവം പറഞ്ഞില്ല. സത്യത്തിൽ അതൊരു വലിയ സംഭവമാണ്. പക്ഷേ അത് മാറ്റിവെച്ചു. കാരണം അവരുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട്, സഹോദരന്മാരെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പിതാവിനോട് പറഞ്ഞത്, പിതാവേ, സഹോദരന്മാരെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പദവിയിൽ ഞാൻ എത്തിയത്. ഞാൻ ജയിലിൽ കടന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ത്യാഗനിർഭരമായ അനുഭവങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും കിണറിൽ എറിഞ്ഞതോ അതിൽ വെച്ച കഷ്ടപ്പാടോ പറയാതിരുന്നത് ഈ സഹോദരന്മാരുടെ വികാരം ഉറപ്പെടാതിരിക്കാൻ. അതുപോലെ പാണക്കാട്ട് തങ്ങൾ ഒന്ന് വല്ലാത്തൊരു പ്രയോഗമാണ് നടത്തിയത്. തങ്ങൾ പറഞ്ഞു, മുസ്ലിം ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്ത് ഇരു മുസ്ലിം ലീഗുകളും പരസ്പരം ലയിക്കണം. തങ്ങൾ അങ്ങനെയാ പറഞ്ഞു. സത്യത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലയിക്കണം എന്ന് പറയേണ്ടതിന് പകരം ഇരു മുസ്ലിം ലീഗുകളും പരസ്പരം ലയിക്കണം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു യാന്ത്രിക ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇത്ര മനോഹരമായ ഒരു സംഭവം കണ്ടെത്താൻ കഴിയില്ല. ഞങ്ങളുടെ മനസ്സിനെ പോലും വേദനിപ്പിക്കാതെ ഞങ്ങളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. മുസ്ലിം ഐക്യം സാധ്യമാക്കാൻ മഹാനായ തങ്ങൾക്ക് കഴിഞ്ഞു. ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്നുള്ള വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും മഹാനായ തങ്ങൾ അവർക്ക് കഴിഞ്ഞു. അന്ന് യുവാക്കളെ മുഴുവനും തട്ടിക്കൊണ്ടുപോയി ഒരു തീവ്രവാദ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ചില ശക്തികൾക്കെതിരെ, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, അവർക്കിപ്പോൾ വലിയ ദുരിതമാണ്. അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ, രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ ശക്തിക്കെതിരായും അന്ന് തങ്ങളുടെ ആത്മസമ്മന ആഹ്വാനത്തെ, ആത്മസമ്മേളനത്തിന്റെ താരാട്ട് പാട്ടുപാടി ഉറക്കിക്കിടക്കാൻ ശ്രമിക്കുന്ന തങ്ങളെ അത് നടക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവരെ പോലും തങ്ങൾ വേദനിപ്പിച്ചില്ല. ആ സമയത്ത് ഈ എല്ലാവരും ഇങ്ങനെ ഭയങ്കര പ്രക്ഷുബ്ധമായ ഒരു ഇന്ത്യ ആയിരുന്നല്ലോ ആ സമയത്ത്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത്. അപ്പോ കേരളത്തിൽ നിന്ന്, ഇന്ത്യയുടെ ഇങ്ങേ മൂലയിൽ നിന്ന് ഒരു നേതാവ് വളരെ ബോൾഡായി, വളരെ സ്ട്രോങ് ആയ ഒരു നിലപാടെടുക്കുകയാണ്. നമ്മളെ ഐക്യം വേണമെന്നും, അതേപോലെ ഈയിടെ ജബി മേത്തറൊക്കെ പാർലമെന്റിൽ പറയുകയുണ്ടായി സാമൂഹിക ഐക്യത്തെക്കുറിച്ച്, കേരളത്തിലെ സാമൂഹിക ഐക്യത്തെക്കുറിച്ച്. അവരെന്റെ ഉദാഹരിക്കുന്നത് പാണക്കാട്ട് അംഗന്മാരെ, മുഹമ്മദ് അലി ശിഹാബങ്ങളെയും അതുപോലെ തളി ക്ഷേത്രത്തിന് സഹായവുമായി ചെന്ന നമ്മുടെ സെയ്ദ് സ്വാദിഖ് അലി ശിഹാബങ്ങളൊക്കെയാണ് അവരന്നേരം ആ പ്രസംഗത്തിൽ ഉദാഹരിച്ചത്. ഇത്തരത്തില് മുഹമ്മദ് അലി ശിഹാബങ്ങൾ മരിച്ചപ്പോൾ തന്നെ നമ്മളെ ഹിന്ദു പത്രം കോട്ട് ചെയ്തത് ദ പ്രൊഫറ്റ് ഓഫ് സെക്കുലാരിസം എന്നാണ്. അപ്പൊ ഈ സെക്കുലാരിസത്തിന്റെ വക്താക്കളായ, ഒരേ സമയം സെക്കുലാരിസവും അതേപോലെ തന്നെ എന്താ പറയാ, ഈ മതത്തിലും ആയിരത്തോളം മഹല്ലുകളെ കാതിയൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഈ ജീവിതം കൊണ്ടുപോകുന്നത്? അത് അന്ന് വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായിരുന്നു. ഡിസംബറിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ഡിസംബർ നിങ്ങൾക്കറിയാം, ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ പോകുന്ന സമയമാണ്. ആ സമയത്ത് ഉള്ള ആ സംഭവം നമ്മളെയൊക്കെ വല്ലാതെ ഒരു ആശങ്കപ്പെടുത്തിയിരുന്നു. കാരണം അയ്യപ്പ ഭക്തന്മാരുടെ യാത്രയ്ക്ക് തുടരുകയാണ്. ആ സമയത്ത് പള്ളി തകർക്കപ്പെട്ടു, എന്ത് സംഭവിക്കുമെന്നൊക്കെ ഒരു ബേജാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതിൽ ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. പിന്നെ ഡോക്ടർ ഗംഗാധരൻ വലിയ ചരിത്രകാരനാണ്, എഴുത്തുകാരനാണ്, വലിയ ചരിത്ര പണ്ഡിതനാണ്. അയാളൊരു നമ്മൾ അനുകരിക്കുന്ന ആളൊന്നും ആവാൻ സാധ്യതയില്ല. അയാൾ പരപ്പനങ്ങാടിക്കാരിലാണ് ജീവിക്കുന്നത്. അയാൾ പറഞ്ഞ അനുഭവമുണ്ട്. അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ഞാനും എൻ്റെ കുടുംബവും ഒരു വണ്ടിയിൽ പരപ്പനങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു, മുസ്ലിമികളുടെ കോട്ടയിലൂടെ. എന്നെ കണ്ട ഒറ്റ നോട്ടത്തിലും ഞാനും എൻ്റെ കുടുംബവും ഹിന്ദുക്കളാണെന്ന് ആളുകൾക്ക് മനസ്സിലാകും. ആ സമയത്താണ് ഒരു ജീപ്പ്, ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നു വരുന്നത്. ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറയുന്നു കുറേ ചെറുപ്പക്കാർ, പരിശുദ്ധമായ നമ്മുടെ ബാബരി മസ്ജിദ് ഹൈന്ദവ വർഗീയവാദികൾ തകർത്തിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊള്ളുന്നു. ഇത് കേട്ടപ്പോൾ ഞങ്ങളാകെ ആശങ്കയിലായി. കാരണം ഞങ്ങളുടെ സമുദായമാണ് പള്ളി പൊളിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇവരുടെ കൂട്ടത്തിലാണ് ഉള്ളത്. ഒരു ഹിന്ദുവിൻ്റെ പൊടി പോലും ഇവിടെ ഇല്ല.
ഞങ്ങളെ ആര് രക്ഷപ്പെടുത്തും എന്നാലോചിക്കുന്ന സമയത്താണ് ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ വീണ്ടും തുടർന്ന് പറയുന്നത്, അതുകൊണ്ട് അങ്ങേയറ്റം ആത്മസംയമനം പാലിക്കണമെന്നും സഹോദര സമുദായ അംഗങ്ങളുടെ രോമത്തിനോ ഒരു ക്ഷേത്രത്തിന്റെ ഓടിനോ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മുടെ ആത്മീയാചാര്യൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഈ ആഹ്വാനമായിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചുറ്റുന്നത്, തങ്ങളുടെ ആഹ്വാനം. അതിനെ തുടർന്നുള്ള ഒരുപാട് സംഭവങ്ങൾ ഡോക്ടർ ഗംഗാധരൻ തന്നെ പറയുന്നുണ്ട്, ആ സമയത്ത് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. ഒരു ദൈവം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഞാൻ എൻ്റെ ബാഗ് തുറന്നു, ഡയറി എടുത്ത് ആ ഡയറിയിലെ ഡിസംബർ 6 എന്ന പേജിൽ ഞാൻ 3-4 വരികൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ എഴുതിയത്, മതേതര ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ ലോക നേതാക്കളിൽ പ്രമുഖനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയെ നയിക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള മതേതര ചിന്തയുള്ള നേതാക്കന്മാരുടെ നേതൃത്വം ഈ രാഷ്ട്രത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പൊ തുടർന്ന് മലപ്പുറം ജില്ലയിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം നമ്മുടെ വള്ളന്മാർ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അവരാദ്യം ആശങ്കാകുലരായി, പക്ഷേ ആക്രമിക്കാനല്ല അവിടെ തടഞ്ഞു നിർത്തിയത്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വിശ്രമിക്കണം, നിങ്ങൾ തുറന്നു പോകാൻ പാടില്ല, മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് മദ്രസ കോമ്പൗണ്ടുകളിൽ, മദ്രസകളിൽ, പള്ളി കോമ്പൗണ്ടുകളിൽ അയ്യപ്പ ഭക്തന്മാരെ അവർ വിശ്രമിക്കാൻ അവസരം നൽകുകയും അവർക്ക് ഭക്ഷണമൊക്കെ നൽകി നമ്മുടെ കുട്ടികൾ അവരെ സ്നേഹപൂർവ്വം ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പാണക്കാട് കുടുംബത്തിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു സന്ദേശമാണ്. മതേതരത്വം ഈ രാഷ്ട്രത്തിൻ്റെ വലിയൊരു ഒരു ശൈലിയാണ്, ഒരു സംസ്കാരമാണ്. നമ്മൾ മതേതര വിശ്വാസികളല്ല, മതവിശ്വാസികളാണ്. മതേതരത്വത്തെ ആദരിക്കുന്ന മതവിശ്വാസികൾ. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംസ്കാരമാണ്. അത് മഹാത്മാഗാന്ധിജിയിലൂടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിലൂടെ രാഷ്ട്രത്തിന് ലഭിച്ചതാണ്. അത് ലോകം ഇപ്പോഴും ഒരു അത്ഭുതമായി നോക്കിക്കാണുന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതിന് നേതൃത്വം വഹിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് ഇബ്രാഹിം ബാഫക്കി തങ്ങളും പാണക്കാട്ട് കുടുംബവുമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഇപ്പോൾ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിലെ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ ആ ഗോപുരത്തിന് ആ ഒരു തീ വെച്ചു. ആ സമയത്ത് അവിടെ ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പാണക്കാട് തങ്ങൾ അവിടെ എത്തി ആ ക്ഷേത്രത്തിലേക്ക്. ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തങ്ങളെ സ്വീകരിച്ച് ആനയിക്കുന്ന രംഗം കേരളത്തിന്റെ മനസ്സിൽ കുളിർപ്പിച്ചിരുന്നു. അതുപോലെ നമുക്കറിയാം താനാലൂർ ക്ഷേത്രത്തിന്റെ ഗോപുരം ആരോ തീയിട്ട് നശിപ്പിച്ചു അർദ്ധരാത്രി. പിറ്റേന്ന് രാവിലെ വലിയ ഒരു വാർത്തയായത് വരുന്ന സമയത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ എത്തി. പള്ളി കമ്മിറ്റിയെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ആര് ചെയ്തോട്ടെ, ആര് ചെയ്താലും ശരി, നമ്മൾ അതിപ്പോൾ ചെയ്യേണ്ടത് ഇത് പുതുക്കിപ്പണിയുന്ന ചെലവ് നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ പള്ളി കമ്മിറ്റി ഏൽപ്പിച്ചു ആ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ചുമതല. അങ്ങനെ വലിയ മാതൃകകൾ മഹാനായ തങ്ങൾ അവിടെ തെളിയിച്ചിട്ടുണ്ട്. തുടർന്ന് തങ്ങൾ ഒരു ദിവസം ലീഗിന്റെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയാണ്. ആ യോഗം 2 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗമാണ്. തങ്ങൾ പറയുന്നു അപ്രതീക്ഷിതമായി, 2 ദിവസം ഇങ്ങോട്ട് കൂടി ഇരിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ക്ഷീണിതനാണ്, ഞാനിപ്പോൾ പുറത്തു പോകാം, ചിലപ്പോൾ നാളെ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഞാൻ വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി നടത്തൂ, പരിശുദ്ധ റമദാൻ ഷരീഫ് വരികയാണ്, പാവങ്ങളുടെ കാര്യം നെഞ്ചോർത്ത് ചേർത്ത് പിടിക്കാൻ പാർട്ടി പ്രവർത്തകന്മാരെ സജ്ജമാക്കണം. തങ്ങളുടെ ചെറിയ പ്രസംഗത്തിൽ അതാ പറഞ്ഞത്. ഷഹബാനിലായിരുന്നു അത്. അങ്ങനെ അപ്പോൾ ആരെയാണ് അധ്യക്ഷനാക്കേണ്ടത്? ഒരുപാട് വൈസ് പ്രസിഡന്റുമാരുണ്ടല്ലോ. ഒരു പ്രോജ്വലമായ അധ്യായമായി നമുക്ക് സ്മരിക്കാൻ കഴിയും. ആ തങ്ങളും ഒരുപാട് കാലം നമുക്ക് ധീരമായി നേതൃത്വം വഹിച്ചു. ആ തങ്ങൾ രോഗിയായി നിൽക്കുന്ന സമയത്ത് നമുക്കും ഒരാശങ്ക ഉണ്ടായിരുന്നു, ഇനി ആര് എന്ന്. ആ സമയത്ത് തങ്ങളും ഏകദേശം ഒരു പിൻഗാമിയെ ചൂണ്ടിക്കാണിച്ച അനുഭവം ഉണ്ടായി. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ സനദ് ദാന സമ്മേളനത്തിൽ മഹാനായ തങ്ങളുണ്ട്, കൂട്ടത്തിൽ സാദിഖ് അലി ശിഹാബുകളും മറ്റാരുവികളൊക്കെ ഉണ്ട്. അവിടെ സനദ് ദാനം നൽകാൻ വേണ്ടി തങ്ങൾ ഒരു സനദ് എടുത്ത് ഒരു ഫൈസി ഏൽപ്പിച്ചു കൊടുത്തു. സനദ് ദാനം നിർവഹിച്ചു. പിന്നെ മുഴുവനും ചെയ്യാൻ അനുജനോട് കൽപ്പിച്ചു. സാദിഖ് അലി ശിഹാബുകളാണ് പിന്നീട് ആ സനദ് ദാനം പൂർത്തിയാക്കിയത്. സത്യത്തിൽ അതൊരു പിൻഗാമിയെ ചൂണ്ടിക്കാണിക്കുന്ന അനുഭവമായി നമുക്കൊക്കെ മനസ്സിൽ അപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്. തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് ആ കുടുംബവുമായി ആലോചിച്ചപ്പോൾ കുടുംബം പറഞ്ഞു, ഈ കുടുംബത്തിലെ ഇന്നത്തെ
കാരണവർക്ക് പാണക്കാട് സ്വാദിഖ് ശിഹാബ് തങ്ങളെയാണ് പ്രസിഡന്റ് ആക്കേണ്ടത്. അങ്ങനെയാണ് സ്വാദിഖ് ശിഹാബ് തങ്ങളെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നു, സത്യത്തിൽ പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ ഈ 5 മക്കൾ, ആ 5 മക്കളും ഒരു അധ്യായങ്ങളാണ്. 6 പേരുണ്ടായിരുന്നു, പക്ഷേ ഒരാൾ ചെറുപ്പത്തിൽ വഫാത്തായി പോയി. ഈ 5 പേരിൽ ഇപ്പോൾ 2 പേർ ജീവിച്ചിരിപ്പുണ്ട്. ബാക്കി 3 പേരും, ഒന്ന് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ ചരിത്രത്തിലെ ഒരു വലിയ വലിയ അധ്യായം തന്നെ തുന്നിച്ച മഹാരഥന്മാരാണ്. ഉമർ അലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നായകനായിരുന്നു. ഉമർ അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ സമസ്തയിൽ അച്ചടക്കം വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരാൾ പോലും കമ എന്നൊരക്ഷരം അന്ന് സംസാരിക്കുമായിരുന്നില്ല. സമസ്തയുടെ സ്പിരിറ്റിനെതിരായി കമ എന്നൊരക്ഷരം ആര് പറഞ്ഞാലും അന്ന് തങ്ങൾ ശക്തമായി ഇടപെടുമായിരുന്നു. അത്ര പേർ ധീരമായ നേതൃത്വമായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. SYSനെ സാർവത്രികമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാന്മാരാണ് ഒന്ന് ഉമർ അലി ശിഹാബ് തങ്ങളും സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും. SKSSFനെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മഹാനാണ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായ കാലഘട്ടത്തിലാണ് SKSSF ഒരു വലിയ പ്രസ്ഥാനമായി മാറിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് വളരെ ചെറിയ ഒരു 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 സത്യത്തിൽ ഒരു വളരെ ചെറിയ ഒരു അംഗുലി പരിമിതമായ അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയായി അത് നിലനിന്നിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനെ വലിയ വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴും സമസ്തക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ മുഷാവറയിൽ ഒഴികെ ബാക്കി എല്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കും പാണക്കാട്ടിൽ നിന്ന് ഒരാളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പാണക്കാട്ട് കുടുംബത്തിന്റെ ഒരു അവരെ ഒഴിച്ചു നിർത്തിയാൽ നടക്കില്ല എന്നതിന്റെ തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പാണക്കാട്ട് കുടുംബത്തെ എല്ലാ SKSFന്റെ പ്രസിഡന്റ്, SPSന്റെ പ്രസിഡന്റ്, എല്ലാറ്റിൻ്റെയും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവിയിൽ പാണക്കാട് തങ്ങന്മാരെടുക്കാൻ നമ്മുടെ ഒരു ശൈലിയാണ്, നമ്മുടെ ശൈലിയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളവരുടെ കാലഘട്ടത്തിലെ ഒരു സംഭവമുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ തങ്ങളിങ്ങനെ അസറിന് ശേഷം പുറത്തിരുന്ന് പത്രം വായിക്കുന്ന സമയത്ത് കുട്ടികളിങ്ങനെ കുളിച്ചിങ്ങനെ റൂമിലേക്ക് പോവാണ്. ഒരു കുട്ടി ഒരു തോർത്തും കൊണ്ട് കയ്യിൽ വെച്ച് ഒരു സോപ്പ് കിട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ശൈഖുന എഴുന്നേറ്റ് നിന്നു. ആ കുട്ടി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആ സോപ്പ് എനിക്ക് വേണം. ആ കുട്ടി പറഞ്ഞു, ഞാൻ വേറെ പുതിയ സോപ്പ് തരാം, ഇത് വളരെ ചെറുതാണ്, ഇത് തേഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ പറഞ്ഞു, മോനെ ഇതാണ് എനിക്ക് വേണ്ടത്, മോൻ ഉപയോഗിച്ച സോപ്പാണ്. അത് പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളോടാണ് ശൈഖുന ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറയുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെ വണ്ടിയും സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വണ്ടിയും അടുത്തടുത്ത് നിൽക്കുന്നു. അവിടെ 2 പേരും വണ്ടിയിൽ കയറി. ആദ്യം ശൈഖുനയുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡ്രൈവറോട് ചോദിച്ചു, അത് തങ്ങളുടെ വണ്ടിയല്ലേ? അതെ. അത് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. പിന്നെ എന്ത് കടുത്ത അതവ് കേടാണ് നീ ചെയ്തത്? തങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണോ എന്ന് മഹാനായ ശൈഖുന ചോദിച്ചിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തോട് അത്ര വലിയ ആദരവും ബഹുമാനവുമാണ് ഈ ആലിമീങ്ങൾ. കണ്ണിയത്ത് ഉസ്താദ് മഹാനായ യൂസുൽ ഹഖീഖൻ ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാൻ, അതുപോലെ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു അവരൊക്കെ പാണക്കാട് സാദാത്യങ്ങളോട് ചെറിയ കുട്ടികളെ പോലും വല്ലാതെ ആദരിക്കുന്നത് നമ്മളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട സംഭവമാണ്. ആ കുടുംബം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലെ ഒരു യഥാർത്ഥ ചാലക ശക്തിയാണ്. ആ നിരക്ക് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോവുക എന്നത് നമ്മുടെ വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസനാത്തിലും ഈ കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ സ്ഥാപകൻ സെയ്ദ് KM ഹാഷിം കുഞ്ഞി തങ്ങൾ മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ഇവിടുത്തെ കമ്മിറ്റി ഐക്യകണ്ഠേനെ ആഗ്രഹിച്ചത് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രസിഡൻ്റായി മഹാനായ തങ്ങളവറുകൾ ഏറ്റെടുത്തത്. ഇപ്പോഴും മാണിയൂർ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം മാണിയൂരിലെ അവിടെയുള്ള പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മെമ്മോറിയലായി നിലനിൽക്കുന്ന വാഫി കോളേജിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ആ കമ്മിറ്റി സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തങ്ങളതും ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് മഹല്ലുകളുടെ ഖാദിയും ഒരുപാട് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും ഒക്കെയുള്ള വലിയ പദവി വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പദവികൾ ഇങ്ങനെ വഹിക്കുമ്പോഴും ഒരിക്കലും ഒരു പാർലമെന്ററി രംഗത്തേക്ക് പാണക്കാടിൽ നിന്ന് ആരും വരാത്തത് എന്തുകൊണ്ടാണ്? അവർ പാണക്കാടിന്റെ ശൈലിയാണ്. അവർ ആളുകളെ MP ആക്കുക, മന്ത്രിയാക്കുക, MLA ആക്കുക,
ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. അവർ സ്വയം ആവുന്ന ഡ്യൂട്ടി അവർ ഏറ്റെടുക്കാറില്ല. അതൊരു വലിയ ശൈലിയാണ്, പാരമ്പര്യമാണ്. അവരിൽ ജനങ്ങളിൽ ഇപ്പോഴും അർപ്പിക്കപ്പെടുന്ന വിശ്വാസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകവും അതാണ്. അവർ ഈ കാര്യത്തിലൊക്കെ വിട്ടുനിൽക്കുകയും മറ്റുള്ളവരെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ശൈലിയാണ് ഒരു പാണക്കാട് ശൈലിയായി നമ്മൾ ഇതുവരെ അനുഭവിച്ചു വന്നിട്ടുള്ളത്. പിന്നെ അവസാനമായി നമ്മൾ ഈ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ ഈ ബാബരി മസ്ജിദ്. നമ്മള് ഇന്ത്യയുടെ ഒരു കറുത്ത പുള്ളി എന്നും മുയച്ചു ഒരു ബാബരി മസ്ജിദിന്റെ സമയത്ത് കേരളത്തിലുണ്ടാക്കിയ ആ ഒരു സമാധാന അന്തരീക്ഷത്തിന് പിന്നിൽ മുഹമ്മദ് അലി ശിഹാബ്. അപ്പോ ഈ സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അംഗങ്ങളുടെ എല്ലാം തങ്ങളോടുള്ള നിലപാട് എന്താ? തങ്ങൾ അങ്ങനെ ഒരു നിലപാട്, ഒരു ബോൾഡ് ആയിട്ടുള്ള നിലപാട് എടുക്കുമ്പോൾ ബാക്കി ആ ഒരു സംഭവത്തെ തൊട്ട് നമുക്കറിയാം മുസ്ലിമിന്റെ വലിയ വലിയ നേതാക്കളൊക്കെ കടപുഴകി വീഴുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർ അതിനോട് പ്രതികരിച്ചത്? നിങ്ങളൊക്കെ ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ശൈലി തന്നെ പ്രധാനപ്പെട്ട നിർണായക തീരുമാനങ്ങൾ മുഴുവനും പ്രസിഡന്റ് ചുമതലപ്പെടുത്തുകയാണ്. ബാഫക്കത്തങ്ങളുടെ കാലത്ത് ബാഫക്കത്തങ്ങളെയായിരുന്നു, പിന്നീട് മഹാനായ PMS പൂക്കത്തങ്ങളെയായിരുന്നു, പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയായിരുന്നു. അങ്ങനെ ഓരോ കാലത്തിലും നിർണായക തീരുമാനമെടുക്കാൻ അവരെയാണ് ചുമതലപ്പെടുത്താറ്. ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്ന് നിങ്ങൾ ഈ പറഞ്ഞതുമാതിരി ഒരു വലിയ ചർച്ച ഉണ്ടായിരുന്നു പാർട്ടിയിൽ. ഈ കോൺഗ്രസിൻ്റെ കൂടെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിൽ പോലും ചിന്തിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ് ഉൾപ്പെടെ ആ നിലക്കൂടെ ചിന്താഗതിക്കാരനായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ സത്യത്തിൽ പാർട്ടി തങ്ങളെ ചുമതലപ്പെടുത്തുന്നതിന് പകരം ആൾക്കാരിങ്ങനെ ഭൂരിപക്ഷം പറഞ്ഞ സാഹചര്യത്തിൽ തങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞ് തീരുമാനിച്ച അനുഭവമുണ്ട്. പക്ഷേ ആ അനുഭവം UDF വിടാൻ തീരുമാനിച്ചു. പക്ഷെ ഒരാഴ്ചക്കൊക്കെ ആ തീരുമാനം എഴുതിയ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തീരുമാനം മാറ്റേണ്ടി വന്നു. അത് തങ്ങളുടെ പൊരുത്തക്കേടാണ്. തങ്ങളെ ചുമതലപ്പെടുത്തുന്നതിന് പകരം സ്വയം പാർട്ടി തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൽ നിലനിൽപ്പില്ലാതായി. തങ്ങളുടെ തീരുമാനം ഒരു കാലത്തും മാറ്റേണ്ടി വന്നിട്ടില്ല, പക്ഷേ പാർട്ടിയുടെ തീരുമാനം മാറ്റേണ്ടി വന്നു. അതാണ് നമ്മുടെ നേരിട്ടുള്ള അനുഭവം. സമയം വളരെ അതിക്രമിച്ചെന്ന് തോന്നുന്നു. നമുക്ക് വളരെ വിശാലമായ തങ്ങളുടെ പാണക്കാടിന്റെ ആ ഒരു ലെഗസി മുഴുവനായിട്ട് ബഹുമാനപ്പെട്ട കല്ലായി സാഹിബിൽ നിന്ന് ലഭിച്ചു. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരുപാട് കറാമത്തുകളൊക്കെ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നത്. ഒരുപാട് കറാമത്തുകൾ തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവരുടെ ആ ഒരു നേതൃത്വവും അവരുടെ ഒരു ഇതൊക്കെ നമുക്ക് എന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.